ഗർഭസമയത്ത് ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് വരുമ്പം ആളുകളൊന്ന് പാനിക് ആവുമല്ലേ. അപ്പോൾ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് നോർമലാണോ, ഇത് ടെൻഷൻ അടിക്കേണ്ടത് എപ്പോഴാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിങ് വരാം, നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഡോക്ടർ മുഫ്സിലയാണ്, വലിയ ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഡോക്ടർ കപ്പിൾ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ബ്ലീഡിങ് ഡ്യൂറിങ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭസമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് പൊതുവെ ടെൻഷൻ ഉണ്ടാക്കും. അത് സ്വാഭാവികമാണ്. കാര്യം ബ്ലീഡിങ് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ സ്പോട്ടിങ് മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് തന്നെ വരാം. സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്പോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 ഡ്രോപ്പ് ബ്ലഡേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു പാഡോ മെൻസ്ട്രൽ കപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അതിലുണ്ടാവില്ല. അതേസമയം ബ്ലീഡിങ് ആകുമ്പോൾ നമുക്ക് കപ്പ് യൂസ് ചെയ്യേണ്ടി വരാം, പാഡ് യൂസ് ചെയ്യേണ്ടി വരാം. സാധാരണ മെൻസസ് ആകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ് പോലെ തന്നെ ചില ആളുകൾ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതിലും ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഈ ബ്ലീഡിങ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതുണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ബ്ലീഡിങ് സംഭവിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ, അതായത് ആദ്യത്തെ 3 മാസങ്ങളിലാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആവും. അതായത് ഗർഭപാത്രത്തിൽ ബേബി അറ്റാച്ച് ചെയ്യണം, അല്ലെ, പറ്റിപ്പിടിച്ച് വളരുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകളിൽ ബ്ലീഡിങ് കാണാറുണ്ട്. ആ ബ്ലീഡിങ് ഒരുപാട് ഓവറായിട്ട് ബ്ലീഡിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ രീതിയിൽ സ്പോട്ടിങ് പോലെയൊക്കെ ഇത് കാണിക്കത്തുള്ളൂ. നമുക്ക് അടുത്തൊരു പീരിയഡ്സ് ഒക്കെ ആവേണ്ട ഒരു സമയത്തിന് മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ഡേറ്റ് ഒക്കെ മിസ്സാവുന്നതിന് മുന്നേ ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണുന്നത്. അതാണെങ്കിൽ നിങ്ങൾ വറീഡ് ആവാനൊന്നുമില്ല. പക്ഷേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വീട്ടിലിരുന്ന് ചുമ്മാ ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ നിങ്ങൾ ബ്ലീഡിങ് കാണുവാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ഡോക്ടറിനെ പോയി കാണാവുന്നതാണ്. ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അബോർഷനാണ്. അബോർഷൻസ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള സ്പോട്ടിങ്ങുകളായിട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ്ങുകളായിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ മിക്കവാറും നല്ല രീതിയിൽ വയറുവേദന ഉണ്ടാവാം. അടുത്തൊരു പീരിയഡ്സ് ആവുന്നത് പോലെയുള്ള മറ്റ് ഡിസ്കംഫേർട്സ്, ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ, വന്ധ്യതയ്ക്ക് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെ അടുത്തൊരു ഡേറ്റ് മിസ്സാവുന്ന ആ ഒരു ടൈമിലേക്ക്, അല്ലെങ്കിൽ ഡേറ്റ് മിസ്സായി നെക്സ്റ്റ് വീക്കിൽ, അതിൻ്റെ അടുത്ത ആഴ്ച, ഫസ്റ്റ് മന്തിൽ, സെക്കൻഡ് മന്തിൽ, തേർഡ് മന്തിലൊക്കെ ഇതുപോലെ സ്പോട്ടിങ് പോലെ കാണുക, ബ്ലീഡിങ് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഡോക്ടറിനെ പോയി കാണാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അബോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, തുടങ്ങുന്നതൊക്കെ ഉള്ളെങ്കിൽ പലപ്പോഴും അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതായത് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. ചിലപ്പോൾ ഒരു HCG ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. ഹാർട്ട് ബീറ്റും ഫീറ്റൽ പൂളും ഒക്കെ വന്ന കേസസ് ആണെങ്കിൽ പലപ്പോഴും അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബ്ലീഡിങ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ബ്ലീഡിങ് തുടക്കത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ പോയി കാണാം. വേദനയോടുകൂടി, അതിശക്തമായിട്ടുള്ള വയറുവേദനയോടുകൂടി ബ്ലീഡിങ് കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് എക്ടോപിക് പ്രഗ്നൻസി, അതായത് ട്യൂബുലർ ഗർഭം. ട്യൂബുലർ ഗർഭത്തിനും ഈ ഒരു ഭയങ്കര പെയിനായിരിക്കും, തലകറക്കം കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എക്ടോപിക് പ്രഗ്നൻസിയെക്കുറിച്ച് മാത്രം, ട്യൂബുലർ ഗർഭത്തെക്കുറിച്ച് മാത്രം നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാവുന്നതാണ് കേട്ടോ. അതുപോലെ മോളാർ പ്രഗ്നൻസി, അതായത് മുന്തിരിക്കൊല ഗർഭം, അതിലും ഇതുപോലെ ബ്ലീഡിങ് കാണാം. ഗർഭാശയ മുഖത്തിന് അല്ലെങ്കിൽ സെർവിക്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ, ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ, പോളിപ്പുകൾ ഉണ്ടാകുമ്പോൾ, സെർവൈക്കൽ പോളിപ്സ് ഉണ്ടാകുമ്പോൾ, മറ്റെന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ സെർവിക്സിൽ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് തുടക്കത്തിൽ ബ്ലീഡിങ് കാണാം. സ്പോട്ടിങ് അല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലീഡിങ് വരുന്ന മറ്റൊരു കണ്ടീഷനാണ് സബ് കൊറിയോണിക് ഹെമറേജ് എന്ന് പറയും. അതായത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചുറ്റിലുള്ള ബ്ലഡ് പോവാണ്, അല്ലെങ്കിൽ പഴയ ബ്ലഡ് പോവാണ്, ചെറിയൊരു ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കട്ട ഗർഭപാത്രത്തിലുണ്ട്, അത് പോവുകയാണെന്നൊക്കെ പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ. ഈ കണ്ടീഷൻസാണ് സബ് കൊറിയോണിക് ഹെമറേജ് എന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലീഡിങ് തുടക്കം മുതൽ കാണിക്കാറുണ്ട്. അപ്പോൾ സബ് കൊറിയോണിക് ഹെമറേജ് ആണെങ്കിൽ പേടിക്കാനൊന്നുമില്ല, അത് സ്വയം റിസോൾവ് ആവുന്ന കേസാണ്. പക്ഷേ സബ് കൊറിയോണിക് ഹെമറേജ് ആണോ അല്ലേന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക തന്നെ വേണ്ടി വരും. സ്കാനിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡോക്ടറിന് അത് മനസ്സിലാവും. ഹെവി ബ്ലീഡിങ് ഉള്ള കേസാണെങ്കിൽ ചിലപ്പം റെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആദ്യത്തെ 3 മാസങ്ങളിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ റീസൺസ് ആണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററിൽ, അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള മാസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള റീസൺസ് മെയിനായിട്ടും പ്ലാസൻ്റ പ്രേവിയാണ്. അതായത് മറുപിള്ള താഴെയായി പോകുന്ന അവസ്ഥയിലാണ്. മറുപിള്ള താഴെയാകുമ്പോൾ ഓസിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ബോഡി ആക്ടിവിറ്റി വരുന്ന സമയത്ത്, നന്നായിട്ട് ഇളകി പണിയെടുക്കുന്ന സമയത്ത്, കുനിഞ്ഞു നിവർന്ന് ജോലികൾ ചെയ്യുന്ന സമയത്ത്, യാത്രകൾ ചെയ്യുമ്പോൾ, സെക്സിൻ്റെ സമയത്തൊക്കെ ബ്ലീഡിങ് വരാം.
എല്ലാ പ്ലാസൻ്റ പ്രീവിയ കേസസിലും, അതായത് മറുപിള്ള താഴെയാവുന്ന കേസിലും ബ്ലീഡിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കേസസിൽ ഉണ്ടാകും. അതും നിങ്ങളുടെ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. റെസ്റ്റ് എടുക്കേണ്ട കേസസ് ആണെങ്കിൽ പറയും. കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റേർണൽ ലോസിനെ കവർ ചെയ്ത് നിൽക്കുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്ന കേസസ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റെസ്റ്റ് വേണ്ടി വരും. പ്ലാസൻ്റ പ്രീവിയെ കുറിച്ചും നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. മറുപിള്ള താഴെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, എല്ലാം അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഇനി പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ളയായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കണ്ടീഷനാണ് അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന്. അതായത് ഗർഭപാത്രത്തിൻ്റെ ചുമരിൽ വാളിൽ ഒട്ടിപ്പിടിച്ച അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു പ്ലാസൻ്റ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ മറുപിള്ള ഉണ്ടാവേണ്ടത്. അത് പ്രസവശേഷമാണ് ഈ ഗർഭപാത്രത്തിൻ്റെ വാളിൽ നിന്ന് വിട്ട് വരാനായിട്ട് പാടുള്ളൂ, ഡിറ്റാച്ച് ചെയ്ത് വരാനായിട്ട് പാടുള്ളൂ. ബേബി പുറത്ത് വന്ന ശേഷം മാത്രം, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹെമറേജ് ഉണ്ടാവും. ഇപ്പോൾ ചില കണ്ടീഷൻസിൽ, ഇപ്പോൾ ഒരുപാട് BP ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിൽ, ചിലപ്പോൾ BP ഒന്നും ഇല്ലെങ്കിലും ചില ആളുകൾക്ക് ഈ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള പ്രഗ്നൻസി സമയത്ത് തന്നെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് വിട്ടുപോരും. അതിനെയാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഇത് സിവിയർ ആയിട്ട് ഹെമറേജ് ഉണ്ടാകുന്ന, ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. മെഡിക്കൽ എമർജൻസിയാണ്, ഉടനെ തന്നെ മാനേജ് ചെയ്യേണ്ട കേസാണ്. അപ്പോൾ ബ്ലീഡിങ് ഹെവി ആയിട്ട് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ വരുവാണെങ്കിൽ ഉടനെ പോയി ഡോക്ടറെ കാണുക കേട്ടോ. ഇനി അബോർഷൻസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, അതായത് 4, 5, 6 മാസങ്ങളിലോ 7, 8, 9 മാസങ്ങളിലോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ ആ സമയത്തും ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് കണ്ടേക്കാം. പിന്നെ ഗർഭാശയ മുഖം അല്ലെങ്കിൽ സെർവിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ്, ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പറഞ്ഞു ഇൻഫെക്ഷൻസ് ഉണ്ടായാലും വരാം, പോളിപ്പ് ഉണ്ടായാലും വരാം. അതൊക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ വരാം. ഇൻഫെക്ഷൻസ് വരാം, പോളിപ്പ് വരാം. ഇനി സർവൈക്കൽ ഇൻകോംപ്ലീറ്റൻസ്, അതായത് ഗർഭാശയമുഖം ശരിക്കും പ്രസവമാകുന്ന സമയത്തെ തുറക്കാനായിട്ട് പാടുള്ളൂ. ചില കേസസിൽ അത് നേരത്തെ തുറന്നു പോകും, ആ സമയത്തും ബ്ലീഡിങ് ഉണ്ടാവാം. ഇനി ലേറ്റ് പ്രഗ്നൻസിയിൽ ഏറെക്കുറെ ഡേറ്റ് ആവുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ പ്രസവം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ, ലേബർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു അടയാളമാവാം. അപ്പോഴും ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ തന്നെ പോയി ഡോക്ടറെ കാണാം. യൂട്രൈൻ റപ്ചർ, ഗർഭപാത്രം പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് യൂട്രൈൻ റപ്ചർ. മെഡിക്കൽ എമർജൻസിയാണ്, ഉടനെ തന്നെ മാനേജ് ചെയ്യേണ്ട കേസാണ്. ചിലപ്പം യൂട്രസ് അടക്കം റിമൂവ് ചെയ്യേണ്ടി വന്നേക്കാവുന്ന ഒരു കേസാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത് വരാം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, വിത്ത് പെയിൻ ആണെങ്കിൽ, കൺട്രാക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തലകറക്കം, ബുദ്ധിമുട്ട്, പനിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ബോധക്ഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, BP കുറയുന്നുണ്ടെങ്കിൽ ഒന്നും ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇനി പ്രീ ടേം ലേബർ, അതായത് ടേം ആവുന്നതിന് മുൻപ്, സമയം ആകുന്നതിന് മുന്നേ നേരത്തെ പ്രസവിച്ചു പോകുന്ന കണ്ടീഷൻസിലും നേരത്തെ ബ്ലീഡിങ് കാണാം. ചിലപ്പോൾ 6th മന്തിൽ, 7th മന്തിൽ, 8th മന്തിലൊക്കെ പ്രസവിക്കുന്ന ആളുകളുണ്ടല്ലേ, അവർക്കൊക്കെ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സിംറ്റം ബ്ലീഡിങ് ആവാം. അപ്പോൾ ബ്ലീഡിങ് വരുമ്പം ഈവൻ നേരത്തെ പ്രസവമാവാനുള്ളൊരു സാധ്യത വരെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് മിക്കവാറും നിങ്ങൾ ഉടനെ തന്നെ പോയി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും മാനേജ് ചെയ്യേണ്ട കേസസാണ്. പക്ഷെ ചില കണ്ടീഷൻസിൽ ബ്ലീഡിങ് അത്ര നമ്മൾ കൺസേൺഡ് ആവേണ്ടതൊന്നുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും റെഡിയാകുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്ന് നമുക്കറിയാം, ഗർഭസമയത്ത് എന്തെങ്കിലും പരിശോധന ആവശ്യാർത്ഥം പലപ്പോഴും PV പെർ വജൈന, അല്ലേ, നമ്മുടെ ഉള്ളിലൂടെയുള്ള ഫിംഗർ ഇട്ടിട്ടുള്ള പരിശോധന നോക്കേണ്ടി വരും, PV നോക്കേണ്ടി വരും. PV നോക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അതിനെ തുടർന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, സ്പോട്ടിങ് ഉണ്ടാവാം. പേടിക്കാനൊന്നുമില്ല. അത് പക്ഷേ ഒരുപാട് ഹെവി ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. അതല്ലാതെ ചെറിയ രീതിയിലുള്ള സ്പോട്ടിങ് ആവുള്ളൂ. പാഡൊന്നും യൂസ് ചെയ്യാൻ മാത്രമല്ല, ജസ്റ്റ് മ്യൂക്കസ് മിക്സ് ചെയ്തിട്ട് ബ്ലഡ്, അതായത് നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജിൽ കുറച്ച് ബ്ലഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ എങ്കിൽ പേടിക്കാനൊന്നുമുള്ളതല്ല കേട്ടോ. PV ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഉള്ളിലൂടെയുള്ള സ്കാനിങ്, ട്രാൻസ്വെജൈനൽ സ്കാനിങ്, ഇതൊക്കെ ഗർഭത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ബ്ലീഡിങ് കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ സെക്സിന് ശേഷം ചില ആളുകൾക്ക് ബ്ലീഡിങ് കാണാം. സെർവിക്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സമയത്താണ് ഇതുപോലെ ബ്ലീഡിങ് കാണാം. പ്ലാസൻ്റ പ്രീവിയ കേസസിലും ചിലപ്പം സെക്സിന് ശേഷം ബ്ലീഡിംഗ് ഒക്കെ കണ്ടെന്ന് വരാം. അപ്പം ബ്ലീഡിംഗ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഡോക്ടറുടെ അടുത്ത് കൃത്യമായിട്ട് ഇത് ചോദിച്ച് മനസ്സിലാക്കുക. ഡോക്ടറെ, വജൈനൽ സെക്സ് പാടുണ്ടോ, ഉള്ളിലൂടെയുള്ള സെക്സ് പാടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ കേസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. വീഡിയോ കണ്ട് നിങ്ങൾ നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നമ്മൾ കാണുന്നില്ല, പരിശോധിക്കുന്നില്ല. അപ്പം നമുക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റില്ല. നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാതിരിക്കുക, വജൈനൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുക.
അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ചില ആളുകൾക്ക് ബ്ലീഡിങ് കണ്ടേക്കാം. അതിനൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മാറിപ്പോകും. പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമാണ്, സാധാരണഗതിയിൽ ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് പ്രസവം വരെ പിന്നെ വജാനൽ ബ്ലീഡിങ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മെൻസസ് ഉണ്ടാകുന്നില്ല അല്ലേ. പക്ഷെ ചില സ്ത്രീകളിൽ പ്രസവം ആകുന്നത് വരേക്കും, അതായത് ഫസ്റ്റ് മന്ത് മുതൽ പ്രസവം ആകുന്നവരേക്കും ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അത് ഈ ബൈകോർണേറ്റ് യൂട്രസ് എന്ന് പറയും, അതായത് ഗർഭപാത്രത്തിന് 2 അറകളുള്ള കണ്ടീഷൻസിൽ പ്രഗ്നൻസി, ഒരറയിൽ പ്രഗ്നൻസി നടക്കും, മറ്ററയിൽ ബ്ലീഡിങ് നടക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൺസേൺഡ് ആവാനുള്ള, വറീഡ് ആവാനുള്ള ഒരു കാര്യമല്ല. സ്കാനിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറിന് മനസ്സിലാവും അത് ബൈകോർണേറ്റ് യൂട്രസ് ആണോ, അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ബ്ലീഡിങ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അതിലും പേടിക്കാനൊന്നുമില്ല, ഡോക്ടറിനെ കാണിച്ച് ജസ്റ്റ് എന്താണ് കണ്ടീഷൻ ഉള്ളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ ഹെവി ബ്ലീഡിങ് ഉള്ള സമയത്ത്, അത് കാരണം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ പ്ലാസിൻ്റെ പ്രീവിയോ സബ് കൊറിയോണിക് ഹെമറേജോ ഒക്കെ ആയിക്കോട്ടെ, ബ്ലീഡിങ് ഉള്ള സമയത്ത് റെസ്റ്റ് എടുക്കുക. ഒരുപാട് കുനിഞ്ഞു നവർന്നുള്ള ജോലികൾ, സ്റ്റെപ്പുകൾ തുടരെ കയറി ഇറങ്ങുന്നത്, വെയിറ്റ് എടുക്കുന്നത്, ട്രാവൽ ചെയ്യുന്നതൊക്കെ ആ ഒരു സമയത്തൊന്നും ഒഴിവാക്കുക. അതുപോലെ വജനൽ സെക്സും പരമാവധി ബ്ലീഡിങ് ഉള്ള സമയത്ത് ഒഴിവാക്കുക. ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഹൈ ആയിരിക്കും. ഏറെക്കുറെ ഇത്രയൊക്കെയാണ് ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബ്ലീഡിങ് ഉള്ള സമയത്ത് ഡോക്ടറിനെ പോയി കാണാൻ പറയുന്നത്, നിങ്ങളുടെ ബേബി ഓക്കെ ആണോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ, ബ്ലീഡിങ് ഉള്ള കാരണം തന്നെ യാത്രകൾ പറ്റുമോ ഇല്ലയോ, പ്രഗ്നൻസി സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ബ്ലീഡിങ് ഉള്ള കേസസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് ഉടനെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണണം എന്ന് പറഞ്ഞത്. അപ്പോൾ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ എത്ര തിരക്കായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഡോക്ടറിന് ഒരു പക്ഷേ തിരക്കാകുമ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരാൻ ഡോക്ടർ ചിലപ്പം വിട്ടുപോകുന്നതാകും, തിരക്കുള്ളതുകൊണ്ട് പറ്റാത്തതാകും. പക്ഷേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്തായാലും പറഞ്ഞുതരും. അപ്പോൾ പേടിക്കാണ്ട് മടിക്കാണ്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.